തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനായിട്ട് അഭിനയിച്ച അവസാനത്തെ ചിത്രം ജനനായകൻ കണ്ടു. എച്ച് വിനോദാണ് ഈ പടത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. വിജയ്ക്കൊപ്പം ബോബി ഡിയോൾ, മമിത ബൈജു, പ്രകാശ് രാജ്, പൂജ ഹെഗ്ഡെ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. അപ്പോൾ ഇന്ന് ഈ തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ച്. തനിക്ക് വളരെ കടപ്പാടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകളെ വളർത്തുന്ന, അതോടൊപ്പം ചില രാജ്യദ്രോഹികൾക്കെതിരെയുള്ള നായകന്റെ പോരാട്ടവും ഒക്കെയാണ് ജനനായകൻ എന്ന സിനിമ പറയുന്നത്. ഈ പടത്തെക്കാൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പടത്തിന്റെ അവസാനം വിജയുടെ പഴയ സിനിമകളുടെ ഒക്കെ ചില നല്ല മൊമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു കൊളാഷ് പോലെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമം ഫീൽ ചെയ്തു. അദ്ദേഹം അഭിനയം നിർത്തരുതായിരുന്നു എന്നൊക്കെ തോന്നും നമുക്ക്. അതല്ലാതെ പടം വളരെ ക്ലീഷേ, ടെംപ്ലേറ്റ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണ്. വിജയ്ക്ക് വേണ്ടി കണ്ടിരിക്കാൻ എന്ന് മാത്രം. എനിക്ക് പേഴ്സണലി തമിഴിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ വിജയ് തന്നെയാണ്. ഞാനത് പണ്ടേ പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഞാൻ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഈ തെരി, കത്തിയൊക്കെ കണ്ടിട്ട് വിജയ് ഇഷ്ടപ്പെട്ട ഒരാളല്ല. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1999 സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ തുള്ളാതെ മനം തുള്ളും ഇങ്ങനെ വന്നപ്പോൾ ബി സെന്റർ ആണ്, കുറെ നാളുകൾക്ക് ശേഷമാണ് അവിടെ പടം വരിക. ആ പടം കണ്ടപ്പോൾ മുതൽ ഇഷ്ടം തോന്നിയ നടനാണ് വിജയ്. എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു 10-11 കൊല്ലം, അതായത് സുറ റിലീസ് ആകുന്നവരെ ഒരു സിനിമ ഒഴിച്ച് എല്ലാ പടങ്ങളും ഞാൻ തിയേറ്ററിൽ തന്നെ പോയി ആദ്യ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ കാണുമായിരുന്നു, അഴകിയ തമിഴ് മകൻ ഒഴിച്ച്. പിന്നെ സുറയോടെയാണ് ഞാനത് നിർത്തിയത്, കാരണം എനിക്ക് സുറ പടം തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും ഫസ്റ്റ് ഡേ കാണാൻ തുടങ്ങിയത് മെർസൽ മുതലാണ്. ഇപ്പോൾ ആസ് എ പൊളിറ്റീഷ്യൻ പുള്ളിയെ എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടവുമാണ്. പ്രൈം ടൈമിൽ പുള്ളി തീർത്ത് വെച്ച ഓളമൊന്നും ആർക്കും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ പോട്ടെ, ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് വിജയ് മാത്രമാണ് എന്നുള്ളതാണ്. വിജയെ ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹത്തിന്റെ അഭിനയകാലത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ തിയേറ്ററിൽ കാണാനുള്ള കുറച്ച് ഐറ്റംസ്, ചില മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടമാണിത്. വിജയെ വീണ്ടും ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് എന്റെ മെയിൻ പോസിറ്റീവ്. ഇൻട്രോ, പുള്ളിയുടെ ഡാൻസ്, ആക്ഷൻ, ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ പോലെ ഇങ്ങനെ കണ്ടാസ്വദിക്കാം. ഞാൻ ഭഗവന്ത് കേസരി പടം കണ്ടിട്ടില്ല, മനഃപൂർവ്വം കാണാഞ്ഞതാണ്. കാരണം വീണ്ടും ഒരിക്കൽ കൂടി ആ ഒരു കഥ കാണണ്ടല്ലോ എന്നോർത്ത്. എങ്കിലും ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഒരു ബാലയ്യ പടം കാണുന്ന ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കത്തിക്കഥയിൽ വിജയ് ഉള്ളത് കൊണ്ട് കണ്ടിരിക്കാം എന്ന് മാത്രം. പടത്തിലെ ചില മൊമെന്റ്സ് കൊള്ളാം. വിജയുടെ കുറച്ച് മാസ് സീൻസ് രസം ഉണ്ടായിരുന്നു. ചിലതൊക്കെ അല്പം റൊമാൻസിഫിക്കേഷൻ ഒക്കെ തരുന്നവയായിരുന്നു. പ്രകാശ് രാജിന്റെ വിരുന്നിനിടയിലുള്ള ഒരു സീനുണ്ട്, അത് നൈസായിരുന്നു. അതുപോലെ കണ്ണകി റെഫറൻസ്, MGR റെഫറൻസ് ഒക്കെ തമിഴ് മക്കൾക്ക് ആവേശം ഉയർത്തും. പിന്നെ ഇന്റർവെൽ ബ്ലോക്ക് രസം ഉണ്ടായിരുന്നു. വേറെ യാതൊരു പ്രത്യേകതകളും പടത്തിൽ ഇല്ല എന്ന് പറയാം. ബാക്കി എല്ലാം ഓവർ ദ ടോപ്പ് സാധനങ്ങളാണ്. കണ്ടുമടുത്ത സ്റ്റൈലിലുള്ള പഴയ ടൈപ്പ് ആക്ഷൻ രംഗങ്ങൾ പലതും നല്ല കത്തിയാണ്. പിന്നെ കുറച്ച് പാട്ട്, ഡാൻസ്, ക്രിഞ്ച് തോന്നിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെയും പടത്തിലുണ്ട് എന്ന് പറയാം. തളപതി വെട്രി കൊണ്ടാൻ എന്നാണ് വിജയുടെ ക്യാരക്ടറിന്റെ പേര്. TVK എന്ന് ചുരുക്കപ്പേര് പറയാം. അതല്ലാതെ TVKയുടെ പാർട്ടി പ്രമോഷൻ എന്ന രീതിയിലൊന്നും എനിക്ക് തോന്നിയില്ല. ഓഫ് കോഴ്സ് ജനങ്ങൾ നല്ല ജനനായകർക്ക് വോട്ട് ചെയ്യണമെന്ന ഒരു സന്ദേശം തന്നെയാണ് പടം തരുന്നത്. പരോക്ഷമായിട്ട് വിജയുടെ പാർട്ടിക്ക് വോട്ട് കുത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാന്നുള്ളതല്ലാതെ ഈ കത്തിക്കഥയും പുള്ളിയുടെ പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പടത്തേക്കാൾ 100 അല്ല 1000% നിലവിലുള്ള പുള്ളിയുടെ പൊളിറ്റിക്കൽ പ്രവർത്തികൾ നല്ലതാണ്. സാധാരണ വിജയ് പടങ്ങളിലുള്ള മക്കൾ സ്നേഹം, രക്ഷിക്കൽ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, സ്ത്രീ ശാക്തീകരണം ഒക്കെയാണ് ഇതിലുമുള്ളത്. ജാതി പൊളിറ്റിക്സിനെ കുറിച്ച് സിനിമ സംസാരിക്കുന്നുണ്ട്. ജാതി വെച്ചിട്ട് മനുഷ്യരെ തമ്മിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഉണ്ടാക്കി കൊല്ലിക്കാം എന്നൊരു സംഭവമായിരിക്കും ഈ പടം സെൻസർ കുരുക്കിൽ പെടാൻ കാരണം. കുറെ ഡയലോഗ്സ് മ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. വമ്പൻ താരനിര തന്നെ പടത്തിലുണ്ട്. ആരുടെയും പെർഫോമൻസ് മെച്ചമായിട്ട് തോന്നിയില്ല എന്ന് മാത്രമല്ല മിക്കവരും ഓവർ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുകയുമായിരുന്നു. വിജയ് കഴിഞ്ഞാൽ പ്രാധാന്യമുള്ളത് ബോബി ഡിയോൾ, മമിത, പ്രകാശ് രാജ് എന്നിവർക്കാണ്. പതിവ് പോലെ ബോബി ഡിയോൾ തമിഴിൽ വന്നിട്ട് ബബിൾഗം ചവയ്ക്കുന്ന പോലെ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നു. തമിഴ് ഡബിങ് വേറൊരു വഴിക്ക് പോകുന്നു. പുള്ളിയുടെ വില്ലൻ ക്യാരക്ടറിന്റെ ബിൽഡപ്പിന് വേണ്ടിയാണ് പടത്തിന്റെ മുക്കാൽ ചെലവും പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്നാൽ അതിന് വല്ല മെനയുണ്ടോ? അതുമില്ല. പ്രകാശ് രാജിനൊരു ക്ലീഷ വില്ലൻ റോളാണ്. പുള്ളി ഓക്കെ ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പ്രകാശ് രാജ്, ബോബി ഡിയോൾ ഇവരുടെ കൂട്ടാളികളും ഉൾപ്പെടെ വില്ലന്മാർ തമ്മിൽ ഓവർ എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കുന്നതിൽ ഒരു മത്സരം തന്നെയുണ്ട്. ചുമ്മാ ഞെട്ടുക, കണ്ണു തള്ളുക, വില്ലന്മാർക്കിടയിൽ തന്നെ വിജയ് ഇങ്ങനെ പൊക്കി പറഞ്ഞ് കൂട്ടത്തിലുള്ള മറ്റു വില്ലന്മാരെ പേടിപ്പിക്കുക, അവരെ തളർത്തുക, എന്നിട്ട് അവർ ഓവർ എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കുക, ഇത് തന്നെ പരിപാടി. മമിതയുടെ കഥാപാത്രം വെച്ചിട്ട് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി ചെയ്ത കാര്യങ്ങളൊക്കെ യാതൊരു ഇമ്പാക്റ്റും തന്നില്ല എന്ന് മാത്രമല്ല, വെറുതെ ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യിക്കാനായിട്ട് നിർബന്ധിക്കുന്നത് പോലെ മമിതയോട് ചെയ്യുന്ന ഒരു ടോർച്ചർ ആയിട്ടാണ് പലപ്പോഴും തോന്നിയത്. പിന്നെ മമിതയെ കൊണ്ട് ചെയ്യിപ്പിച്ച മാസ് ആണെങ്കിൽ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. പൂജ ഹെഗ്ഡേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. സുനിൽ, ഗൗതം വാസുദേവ് മേനോൻ, പ്രിയാമണി, രേവതി, നിഴൽകൾ രവി തുടങ്ങിയവരും പടത്തിൽ വന്നു പോകുന്നുണ്ട്. അനിരുദ്ധും ലോകേഷും അഡ്ലിയും നെൽസൺ അടക്കം അനാവശ്യ ക്യാമിയോ അപ്പിയറൻസും പടത്തിലുണ്ട്.
സത്യൻ സൂര്യന്റെ ക്യാമറ, പ്രദീപ് ഇ രാഘവിന്റെ എഡിറ്റിംഗ്, ഇതൊന്നും എടുത്തു പറയത്തക്കതായിട്ടൊന്നും തോന്നിയില്ല. മൊത്തത്തിൽ പടത്തിനൊരു ഡാർക്ക് ബ്രൗൺ കളർ ടോൺ ആണുള്ളത്. അത് തന്നെ പടം കാണുമ്പോൾ ഒരു തെലുഗു ഫിലിമാണ് എന്ന ഒരു ഫീൽ തോന്നിക്കുകയും ചെയ്തു. അനിരുദ്ധിന്റെ പാട്ടുകൾ ഓൾറെഡി ഹിറ്റ് ആണല്ലോ, പാട്ട് കൊള്ളാമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും ചില സമയത്ത് ഓവറായിട്ട് നമുക്ക് തലവേദന എടുക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. VFX ഒക്കെ നല്ല ബോറായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥാപാത്രവും പടത്തിലില്ല എന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവ്. ഇമോഷണലി യാതൊരുവിധ കണക്ഷനും തോന്നിയതുമില്ല. വുമൻ എംപവർമെന്റ്, ടച്ചിനെ കുറിച്ചൊക്കെ പടം പറയാനായിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഫോഴ്സ്ഡ് ആയിട്ടും കൃത്രിമമായിട്ടുമാണ് ഫീൽ ചെയ്തത്. ഒട്ടും ഇഫക്റ്റീവായി തോന്നിയില്ല. സ്ഥിരം ടെംപ്ലേറ്റ് കഥാപാത്രങ്ങൾ, കഥ എന്നതിനപ്പുറം പുതുമയൊന്നും സ്ക്രിപ്റ്റിൽ തരാനുമില്ല. ഇതിൽ പിന്നെ ലോജിക് ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാനം താനോസിന്റെ ടീം യുദ്ധം ചെയ്യാൻ വരുന്നത് പോലെ കുറെ റോബോട്ടിക് ജീവികളെയൊക്കെ കൊണ്ടുവന്നുള്ള ഫൈറ്റ് കണ്ടപ്പോൾ എന്തോന്ന് ഇത് എച്ച് വിനോദേ എന്ന് ചോദിക്കാനാണ് തോന്നിയത്. ഇനി ഭഗവന്ത് കേസരിയുടെ കഥയുമായിട്ട് എന്താണ് വ്യത്യാസം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, ഞാനത് കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് ഇനി ഞാനത് കാണാനും പോകുന്നില്ല. മൊത്തത്തിൽ ഒരിക്കൽ കൂടി വിജയിയെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരം എന്ന നിലയിൽ തിയേറ്ററിൽ പോയി വേണമെങ്കിൽ കാണാവുന്ന ഒരു പടമാണ്. ഹാർഡ് കോർ ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഒരു ഫാൻ സർവീസ് പടമാണെന്ന് പറയാം. സോ ഒരു ബിലോ ആവറേജ് പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ എന്നാണ് തോന്നിയത്. പക്ഷെ പടം എന്തായാലും വിജയിക്കും. വിജയ് ഫിലിം കരിയർ നിർത്തുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പോട്ടെ, കുറച്ചുകൂടെ നല്ല ആക്ഷൻ എങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന, ഇപ്പം ബ്ലാസ്റ്റ് ഒക്കെ പോലെ അല്ലെങ്കിൽ ഫ്യൂരിയസ് പടമൊക്കെ പോലെയുള്ള ഒരു പ്ലോട്ടോ അങ്ങനെയുള്ള ഒരു കഥയൊക്കെ ഉള്ള ഒരു പടം, അങ്ങനെ എന്തെങ്കിലും നല്ലതെന്ന് തോന്നിക്കുന്ന നല്ലൊരു പടമെങ്കിലും അവസാന പടമായിട്ട് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം സിനിമയിൽ നിന്നും കുറച്ചുകൂടി നല്ലൊരു വിട പറയൽ ചിത്രം അദ്ദേഹം അർഹിച്ചിരുന്നു എന്ന് തോന്നി. പടം ഇപ്പോൾ തിയേറ്ററിൽ കാണാം. 3 മണിക്കൂർ 3 മിനിറ്റ് എങ്ങാണ്ടാണ് പടത്തിന്റെ റൺ ടൈം. കുറച്ച് വയലൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പടം 18+ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാണ്.